തൃശൂർ മലക്കപ്പാറയിൽ വനഭൂമി കയ്യേറി കുടിൽ കെട്ടി വനവാസികൾ. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് 7 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും നടപടികൾ വൈകുന്ന പശ്ചാത്തലത്തിലാണ് വനഭൂമി കയ്യേറിയത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ പ്രതിഷേധമായി കുടിൽ കെട്ടി താമസം തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. 7 കുടുംബങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയാണ്? ാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഈ മലക്കപ്പാറയിലെ വീരൻകുടി ഊരിലെയാണ് വനവാസി വിഭാഗത്തിൽപ്പെട്ട വീരൻകുടി ഊരിലെയാണ് വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ സർക്കാർ ഇവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നതാണ് ഈ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള 7 കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കാമെന്നുള്ളത്. എന്നാൽ അത് വാഗ്ദാനമായി തന്നെ ഇന്നും നിലനിൽക്കുകയാണ്. ഒരു കാര്യവും നടപ്പിലാക്കിയിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വനവാസികളെ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളതിനെ പറ്റി വാഗ്ദാനങ്ങൾ മാത്രം കൊടുക്കുന്നതല്ലാതെ അത് നടപ്പിലാക്കിയ ഒരു ചരിത്രവും മലക്കപ്പാറയിലില്ല. കാരണം അവരുടെ സഞ്ചാരപാത ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ അവിടെ ഒരാൾക്ക് അസുഖബാധിതനായിട്ടുള്ള ഒരാളെ പോലും കൊണ്ടുവരണമെങ്കിൽ ചുമന്നു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ പല പ്രാവശ്യവും ഉരുൾപൊട്ടലുണ്ടായി. ഈ ഊരിന്റെ 2 ഭാഗവും ഉരുൾപൊട്ടലിൽ തകർന്നതാണ്. അത്തരത്തിൽ അവിടെ താമസിക്കാൻ യോഗ്യമല്ലാത്ത ഒരു സ്ഥലമായി മാറി. തുടർന്നാണ് ഇത്തരത്തിൽ വനഭൂമി കയ്യേറി അവിടെ കുടിൽ കെട്ടേണ്ട ഒരു സാഹചര്യം ഈ വനവാസികൾക്കുണ്ടായത്. നിലവിൽ 7ഓളം കുടുംബങ്ങൾ ഇവിടെ കുടിൽ കെട്ടി ഇപ്പോൾ താമസിക്കുകയാണ്. രാവിലെ തന്നെ ഈ വനപാലകരും അതോടൊപ്പം തന്നെ വനംവകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കം എത്തി ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു, കുടിലുകൾ മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ വനവാസി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. അതിൽ തന്നെ വനംവകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും പിന്തിരിയേണ്ടി വന്നു. എന്തായാലും ഈ പ്രതിഷേധം ശക്തമാവുകയാണ്. നിലവിൽ സർക്കാർ കൊടുത്ത വാക്കുകളൊന്നും ഇതുവരെ പാലിച്ചിട്ടില്ല. സർക്കാരിന്റെ തന്നെ നേരത്തെ പലതരത്തിൽ, അതായത് വനവാസി വിഭാഗത്തിന് വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിക്കുന്നതൊക്കെ പറയുമ്പോൾ തന്നെ ഒന്നും നടപ്പിലാകാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മലക്കപ്പാറയെ സംബന്ധിച്ചിടത്തോളം നിരവധി ആവശ്യങ്ങൾക്കായി ഈ മലക്കപ്പാറയിലെ വനവാസി വിഭാഗത്തിലുള്ള ഈ ആളുകൾ ഈ തൃശ്ശൂരിനെയും അതുപോലെ തന്നെ മറ്റ് ചാലക്കുടിയും ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നു. അവിടെയൊക്കെ എത്തണമെങ്കിൽ തന്നെ സഞ്ചാരപാത അടക്കം സൗകര്യമില്ലാതെ മാറിയിരിക്കുന്നു. നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്, മരണങ്ങൾ സംഭവിക്കുമ്പോൾ ഉൾപ്പെടെ ആംബുലൻസിന് പോകാൻ പറ്റാത്ത സാഹചര്യം, കിലോമീറ്ററുകളോളം ചുമന്നു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം, അതുപോലെ തന്നെ താമസിക്കാനാകാത്ത ഒരു സാഹചര്യം. എന്തായാലും നിലവിൽ വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് നിന്നും അവരിപ്പോൾ വനഭൂമി കയ്യേറി പ്രതിഷേധമറിയിച്ചുകൊണ്ട് കുടിലുകൾ കെട്ടിയിരിക്കുകയാണ്. സർക്കാരിന്റെ തീരുമാനം എന്താണെന്നാണ് ഈ വനവാസി വിഭാഗം ചോദിക്കുന്നത്. കാരണം 2018 നടന്ന ഉരുൾപൊട്ടൽ വാക്ക് കൊടുത്തതാണ്. ഇത്രയും വർഷമായിട്ടും ഇത് പാലിക്കുവാൻ വേണ്ടി സർക്കാരോ വനംവകുപ്പോ ഈ കാര്യങ്ങൾ പാലിക്കുവാൻ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ്, ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം പ്രതിഷേധവുമായി വനവാസി വിഭാഗം തന്നെ ഈ കുടിലുകൾ കെട്ടി മുന്നോട്ട് വന്നത്. എന്തായാലും നിലവിൽ ഈ പ്രതിഷേധത്തിലുള്ള വനവാസി വിഭാഗത്തെ അവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളൊന്നും നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതിൽ എത്രത്തോളം തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവരതിന് സമ്മതിച്ചു കൊടുക്കുകയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് നടന്ന ഈ ഒരു പ്രതിഷേധത്തിലും അവർ പറഞ്ഞത്. കാരണം എത്രത്തോളം കാലം ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞുകൂടുമെന്നുള്ള കാര്യമാണ് അവർ സർക്കാരിനോട് ഉൾപ്പെടെ ചോദിക്കുന്നത്. കാരണം ഇനിയും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ മാത്രം ബാക്കിയാക്കി തിരിഞ്ഞു നോക്കാത്ത ഒരു സംവിധാനമാണ് സർക്കാരിനുള്ളത്. കാരണം വനവാസി വിഭാഗത്തിലുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നു. അവരെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത നിലപാട് സർക്കാർ എടുക്കുമ്പോൾ ആ സർക്കാരിനെ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധികാരികൾ ഇടപെടുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നിലപാടുകളുമായി ഈ വനവാസി വിഭാഗം മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ നിരവധി പ്രതിഷേധങ്ങൾ ഈ സ്ഥലത്ത് നടന്നിരുന്നു. ഇത്തരത്തിൽ സർക്കാർ പാലിക്കാത്ത വാക്കുകൾ അത് എത്രയും പെട്ടെന്ന് പാലിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചായിരുന്നു ഈ വനവാസി വിഭാഗത്തിന്റെ സമരമൊക്കെ നടന്നത്. അതുപോലെ തന്നെ ഇവർ ഈ വന്യമൃഗങ്ങളുടെ ഭീഷണിയിലുമാണ്, അതുപോലെ തന്നെ ഉരുൾപൊട്ടലിന്റെയും ഭീഷണിയിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുടിൽ കെട്ടിയുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വൻഷ തൃശൂർ മലക്കപ്പാറയിൽ വനഭൂമി കയ്യേറി കുടിൽ കെട്ടി വനവാസികൾ. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് 7 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാമെന്ന് 2018 സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും നടപടികൾ വൈകിയ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വനഭൂമി കയ്യേറിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.